I took a pill in Ibiza to show Avicii I was cool. And when I finally got sober, felt 10 years older. But fuck it, it was something to do. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഹെക്സാഗൺ ബോക്സ് ഷെൽഫ് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. ഇപ്പോൾ കാണുന്ന പോലത്തെ ഷെൽഫ് നമുക്ക് ഉണ്ടാക്കിയത്. ലെറ്റ്സ് വാച്ച് ദ വീഡിയോ. അപ്പോൾ നമുക്കൊരു കാർഡ്ബോർഡ് വേണം. പിന്നെ കാർഡ്ബോർഡ് നമ്മൾ ഹെക്സാഗണായിട്ട് മുറിച്ചെടുക്കണം. നമുക്ക് വരച്ചിരിക്കണം. Soon if you got the heart, meet you outside Rennie Park. Hurry up if it's getting dark, won't say much and that says a lot. Hop into that old Benz, drive through that road ends. Good time with some old friends, I got just a thing if you so tense. Burn one, let's go do some. She got me stoned as Medusa, zoned out with a blank stare, I'm looking into the future. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ മുറിച്ചെടുക്കണം. നമുക്ക് ഹെക്സാഗൺ. ഇനി നമ്മൾ വേറൊരു കാർഡ്ബോർഡ് എടുത്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ വരച്ച് അത് മുറിച്ചെടുക്കണം. നമ്മുടെ ഈ കാർഡ്ബോർഡിൻ്റെ ഒരളവ് എടുത്ത് നോക്കണം. ഇപ്പോൾ 15 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ 6 വശം എന്നുള്ള അളവ് നമുക്ക് കൂട്ടിക്കണം. 15 × 6 സെൻറ്റിമീറ്റർ. അപ്പോൾ എനിക്ക് 90 സെൻറ്റിമീറ്ററുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ലൈൻ വരക്കണം. എന്നിട്ടത് ഒരു സ്ക്വയർ ആക്കിയാണ് വരക്കേണ്ടത്. ഒന്ന് ഒരു 8 സെൻറ്റിമീറ്റർ അങ്ങോട്ട് വരയ്ക്കാം. ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ചേർത്ത് വെച്ച് നോക്കണം. അവിടെ നിന്ന് നമ്മൾ ചെയ്ത് ചളന്ന് ഒരു വര വരക്കണം. എന്നിട്ട് കത്രിക എടുത്തിട്ട് ആ നമ്മൾ വരച്ച ലൈനിൻ്റെ മുകളിൽ നല്ലതായിട്ടൊരു വര വരക്കാം. ചെയ്ത് വെച്ചെടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് വരും. പിന്നെ വരക്കണത് നമ്മൾ മടക്കാൻ നേരത്ത് നല്ല കറക്റ്റായിട്ട് മടങ്ങാൻ വേണ്ടിയാണ്. കണ്ടോ, കാണുന്ന പോലെ അങ്ങനെ എല്ലാ വശവും നമ്മൾ വെച്ച് നോക്കി ശരിയാക്കാം. ഇപ്പോൾ കണ്ടോ, അതെ അതിൻ്റെ പോലെ തന്നെ ഒരു എക്സാം കിട്ടിയിരിക്കണം. കറക്റ്റാണ്. പിന്നെ നമുക്ക് ഒട്ടിക്കാം. വെച്ച് നോക്കിയിട്ട് ഒട്ടിക്കാം. ഇതേപോലെ വെച്ചിട്ടാണ് ഒട്ടിക്കേണ്ടത്. ഗ്ലൂ ഗണ്ണാണ് എടുത്തിരിക്കുന്നത്. ഗ്ലൂ ഗണ്ണാണത്, ഞാൻ തന്നെ ഉണ്ടാക്കിയത്. ഓരോ വശത്തും പശ തേച്ച് ഒട്ടിക്കും. വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഹെക്സാഗൺ ബോക്സ് റെഡി ആയിട്ടുണ്ട്. അവിടെ
കൂടുതലായിട്ട് ഇങ്ങനെ ആ പാർട്ട് മുറിച്ച് കളയണം. ഞാൻ അളവെടുത്തപ്പോൾ തെറ്റിപ്പോയിട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ ടേപ്പ് ഒട്ടിക്കാം, ഒരു സ്മൂത്ത് ആകാൻ വേണ്ടി. ഇനി നമ്മൾ ഇതേപോലെ കുറച്ച് പേപ്പർ കഷ്ണം എടുക്കണം. ഒരു പേപ്പറുണ്ട്, ഭിത്തിയിൽ ഒട്ടിക്കുമ്പോൾ കറക്റ്റായിട്ട് ഇരിക്കുകയാണ്, ഇല്ലെങ്കിൽ ഭിത്തിന്ന് പൊളിഞ്ഞു പോകരുത്. ഒരു 6-7 കഷ്ണം പേപ്പറുണ്ട്. ഫെവി ബോണ്ട് വെച്ചാൽ നമ്മൾ ഒട്ടിക്കണം. ഇതേപോലെ പേപ്പറെല്ലാം നമുക്ക് വെക്കേണ്ട സ്ഥലത്ത് ഒട്ടിച്ച് വെക്കണം, കറക്റ്റ് ഒരു ഹെക്സഗണിൽ വരച്ചിട്ട്. എന്നിട്ട് അവിടെ കറക്റ്റായിട്ട് ഉണങ്ങി ഇരിക്കണം. കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് ഇത് ഒട്ടിക്കാവുള്ളൂ, അടുത്ത ഈ ഹെക്സാഗൺ ബോക്സ് ഒട്ടിക്കാവുള്ളൂ. എന്നിട്ട് അപ്പം തന്നെ പറഞ്ഞു തരും. അപ്പോൾ ഇത്രയുള്ളത് നമ്മളെ ഹെക്സാഗൺ ഷെൽഫിൻ്റെ പണി. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നവരെ ബൈ. Yeah.